തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധവുമായി ബി.ജെ.പി. വടക്കാഞ്ചേരി നഗരസഭ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് യു.ഡി.എഫ്. സർക്കാർ വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭ ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി നേതാവ് ഇ. കൃഷ്ണനുണ്ണി, ശ്രുതി സതീഷ് എന്നിവർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ, ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തിരുന്ന ഫണ്ട്, നിലവിൽ നമുക്കെല്ലാം ലഭ്യമായിരുന്ന ഫണ്ട് വളരെയധികം തോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ നമ്മുടെ വാർഡുകളിൽ, ഇപ്പോൾ നമ്മുടെ വാർഡുകളിൽ നമുക്കൊരു വർഷം തന്നെ കിട്ടുന്ന ജനറൽ ഫണ്ട് 6 ലക്ഷം രൂപയാണ്. ആ 6 ലക്ഷം രൂപ തന്നെ ഒന്നിനും തികയില്ല, ഒരു ചെറിയ റോഡ് പോലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ സമയത്താണ് ഇപ്പോൾ നിലവിൽ നമുക്ക് തന്നിരുന്ന, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൗൺസിലേഴ്സിന് ഓരോ വാർഡുകളിലേക്ക് കൊടുക്കുന്ന എമൗണ്ട് അതൊക്കെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇവർ. അപ്പോൾ അതിൽ ബി.ജെ.പിയുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. അത് സംസ്ഥാന സർക്കാർ അതിനൊരു ബദൽ സംവിധാനം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു പുനർചിന്തനം നടത്തണമെന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നാട്ടിൽ നമുക്കൊരു നല്ലൊരു വികസനം, ഒരു റോഡോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ച ഫണ്ട് അത് പുനഃസ്ഥാപിക്കണം. അതല്ലെങ്കിൽ അതിനുള്ള ഒരു ബദൽ സംവിധാനം എന്തെന്നുള്ളത് പറയാനും അതിനൊരു സർക്കുലറോ അതിനൊരു ഓർഡർ ഇടാനുള്ള തയ്യാറാണെന്നാണ് ബി.ജെ.പിക്ക് പറയാനുള്ളത്. ഈ നിലവിലുള്ള ഈ സംവിധാനത്തിൽ വളരെയധികം ഒരു എതിർപ്പ്, ഞങ്ങളൊരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. അത് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വാർഡുകളിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ വികസനം നടക്കുന്നുള്ളൂ, അതുപോലും നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നടപടി അത് പുനഃപരിശോധിക്കണം, പിൻവലിക്കണം. അത് അല്ലെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ബി.ജെ.പിയുടെ ആവശ്യം. ഫണ്ട് വെട്ടിക്കുറച്ച സംഭവത്തിൽ സർക്കാർ പുനഃപരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.